ൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് പ്ലൂറാലിറ്റി ഓഫ് കൾച്ചേഴ്സ് എന്നുള്ളത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടക്കുന്നത്. essay ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ ദ നാച്ചർ ഓഫ് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് ഓഫ് കേരള. ഹൗ ഫാർ ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു കേരള മോഡേണിറ്റി ആൻഡ് മൾട്ടി കൾച്ചറലിസം. 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലും കേരളത്തിൽ ഉയർന്നു വന്ന സാമൂഹികവും മതപരവുമായ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക നീതി, സമത്വം, മനുഷ്യാവകാശങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട്. അടിച്ചമർത്തുന്ന സാമൂഹികവും മതപരവുമായ ആചാരങ്ങളെ വെല്ലുവിളിക്കാനും സമഗ്രവും സമത്വാധിഷ്ഠിതവുമായ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഈ ഒരു പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചു. കേരളീയ സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിനൊപ്പം സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കാനും ശ്രമിക്കുന്ന പുരോഗമനപരവും ദീർഘവീക്ഷണമുള്ളതുമായ ഒരു സ്വഭാവമാണ് ഈ പ്രസ്ഥാനങ്ങളുടേത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ യാഥാസ്ഥിതിക മനോഭാവങ്ങളെ വെല്ലുവിളിക്കുകയും സമഗ്രവും മതേതരവുമായ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സംസ്ഥാനത്തിൻ്റെ ആധുനികതയും ബഹുസ്വരതയും ഗണ്യമായ സമ്മാനങ്ങൾ നൽകി. ഈ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്ന് വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു. ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദ തുടങ്ങിയ നേതാക്കൾ താഴ്ന്ന ജാതിക്കാർക്കിടയിലും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്കിടയിലും വിദ്യാഭ്യാസവും സാക്ഷരതയും പ്രോത്സാഹിപ്പിക്കുന്നതിന് നിർണായകമായ പങ്കുവഹിച്ചു. ഇത് കേരളത്തിൽ കൂടുതൽ വിദ്യാസമ്പന്നരും അറിവുള്ളവരുമായ ഒരു സമൂഹത്തിൻ്റെ വികാസത്തിലേക്ക് നയിച്ചു. അതിൻ്റെ ആധുനികവൽക്കരണത്തിന് സംഭാവനകൾ നൽകി. മതസൗഹാർദ്ദവും സാംസ്കാരിക വിനിമയവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സാമൂഹികവും മതപരവുമായ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സംസ്ഥാനത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് സംഭാവനകൾ നൽകി. അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ നേതാക്കൾ വിവിധ മതങ്ങളിലും ജാതികളിലും പെട്ട ആളുകൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും വളർത്താൻ വേണ്ടി ശ്രമിച്ചു. സാംസ്കാരിക വിനിമയത്തിൻ്റെയും സംവാദത്തിൻ്റെയും ആവശ്യകത അവർ ഊന്നിപ്പറയുകയും കേരളത്തിൽ കൂടുതൽ വൈവിധ്യപൂർണവും സഹിഷ്ണുതയുള്ളതുമായ ഒരു സമൂഹത്തിൻ്റെ വികാസത്തിന് അവർ സംഭാവന നൽകുകയും ചെയ്തു. കൂടാതെ കേരളത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങളും ലിംഗസമത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈ പ്രസ്ഥാനങ്ങൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. സമൂഹത്തിൽ നിലനിൽക്കുന്ന പുരുഷാധിപത്യ മനോഭാവങ്ങളെയും സമ്പ്രദായങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ശാക്തീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ അന്ന ചാണ്ടി, ലളിത പ്രഭു തുടങ്ങിയ നേതാക്കൾ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ കൂടുതൽ ലിംഗസമത്വമുള്ള ഒരു സമൂഹത്തിൻ്റെ വികാസത്തിലേക്ക് നയിച്ചു. അതിൻ്റെ ആധുനികവൽക്കരണത്തിനും പുരോഗതിക്കും സംഭാവന നൽകി. ചുരുക്കത്തിൽ കേരളത്തിലെ സാമൂഹികവും മതപരവുമായ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക നീതി, സമത്വം, മനുഷ്യാവകാശങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. സംസ്ഥാനത്തിൻ്റെ ആധുനികതയ്ക്കും ബഹുസ്വരതയ്ക്കും ഗണ്യമായ സംഭാവനകൾ നൽകി. ഈ പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന യാഥാസ്ഥിക മനോഭാവങ്ങളെ വെല്ലുവിളിക്കുകയും സമഗ്രവും മതേതരവുമായ മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കേരളത്തിൽ കൂടുതൽ വൈവിധ്യമാർന്നതും സഹിഷ്ണുതയുള്ളതും പുരോഗമനപരവുമായ ഒരു സമൂഹത്തിൻ്റെ വികാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇനി ഹൗ ഫോർ ദ നാഷണൽ മൂവ്മെൻറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ സെക്യുലർ ഫാബ്രിക്സ് ഓഫ് ദ കൺട്രി. Explain these points with special reference to Gandhian program of Hindu-Muslim unity. ഇന്ത്യയുടെ മതനിരപേക്ഷ ഘടനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു വലിയ പങ്കുണ്ട് അല്ലേ? രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്ന മത സാംസ്കാരിക പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന മതേതരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹത്തിൻ്റെ ആവശ്യകത മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ തിരിച്ചറിഞ്ഞു. ഇന്ത്യയിൽ മതേതരത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശ്രമങ്ങളിൽ ഗാന്ധിയുടെ ഹിന്ദു മുസ്ലിം ഐക്യപരിപാടി ഒരു പ്രധാന വശമായിരുന്നു. ഇന്ത്യയിലെ രണ്ട് വ്യത്യസ്തവും വിരുദ്ധവുമായ സമുദായങ്ങളായി പലപ്പോഴും കണ്ടിരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സാമുദായിക ഐക്യവും അഖണ്ഡതയും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടാനുള്ള ഏക മാർഗവും അഹിംസാത്മക ചെറുത്തുനിൽപ്പായിരുന്നു. ഇതിന് ഗാന്ധി മതപരമോ സാംസ്കാരികവുമായ ബന്ധങ്ങൾ കണക്കിലെടുക്കാതെ ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യം കൈവരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ഹിന്ദുക്കളുമായുള്ള ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ശ്രമിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം പോലുള്ള നിരവധി സംരംഭങ്ങൾക്ക് ഗാന്ധിജി
പ്രോത്സാഹനം നൽകി. വിവിധ മത സമുദായങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണയുടെയും ബഹുമാനത്തിൻ്റെയും ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇൻ്റർഫേസ് സംഭാഷണവും സഹകരണവും പ്രോത്സാഹിപ്പിച്ചു. ഗാന്ധിയുടെ ഹിന്ദു മുസ്ലിം ഐക്യപരിപാടി ഇന്ത്യയുടെ മതേതര ഘടനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. എല്ലാ മത സാംസ്കാരിക പാരമ്പര്യങ്ങളെയും ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും സമൂഹത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയവും സാമുദായികവുമായ മനോഭാവങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ ആവശ്യകത അത് ഊന്നിപ്പറയുന്നുണ്ട്. ഹിന്ദു മുസ്ലിം ഐക്യത്തോടുള്ള ഗാന്ധിയുടെ സമീപനം ലോകത്തിന് ഒരു മാതൃക നൽകാൻ കഴിയുന്ന അഹിംസാത്മകവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇന്ത്യയുടെ മതേതര ഘടനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ദേശീയ പ്രസ്ഥാനം നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്ന മത സാംസ്കാരിക പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൻ്റെ ആവശ്യകത പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ തിരിച്ചറിയുകയും സമൂഹത്തിൽ നിലനിൽക്കുന്ന വർഗീയവും വിഭാഗീയവുമായ മനോഭാവങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സാമുദായിക ഐക്യവും അഖണ്ഡതയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ കൂടുതൽ സമഗ്രവും മതേതരവുമായ ഒരു സമൂഹത്തിൻ്റെ വികസനത്തിന് സംഭാവന നൽകുന്നതിനും ഗാന്ധിയുടെ ഹിന്ദു മുസ്ലിം ഐക്യപരിപാടി എന്ന ഒരു ശ്രമം വിജയകരമായിരുന്നു. ഇനി വരുന്നത് എക്സാമിൻ ദ കൺസെപ്റ്റ് ഓഫ് ഡെമോക്രാറ്റിക് ഇന്ത്യ envisaged by ജവഹർലാൽ നെഹ്റു. റിലേറ്റ് ദിസ് തീം വിത്ത് ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എക്സ്പ്ലെയിൻഡ് ബൈ അമർത്യ സെൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ജനാധിപത്യ ഇന്ത്യയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്ത്യയുടെ വികസനത്തിനും പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വിശ്വസിച്ച മതേതരത്വം, സോഷ്യലിസം, ജനാധിപത്യം എന്നിവയുള്ള തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. പൗരന്മാരുടെ ക്ഷേമത്തിന് പ്രതിജ്ഞാബദ്ധവും സാമൂഹ്യനീതി സമത്വവും പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഒരു ജനാധിപത്യ ഇന്ത്യയാണ് നെഹ്റു വിഭാവനം ചെയ്യുന്നത്. ജനാധിപത്യം എന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, മറിച്ച് സാമ്പത്തികവും സാമൂഹികവുമായ ശാക്തീകരണം കൂടിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിൻ്റെയും അതുപോലെ തന്നെ സ്വന്തം വ്യവസായങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വിഭവങ്ങൾ എന്നിവ വികസിപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറയുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യ ഇന്ത്യയെക്കുറിച്ചുള്ള നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും പ്രാധാന്യത്തിന് ഊന്നൽ നൽകുന്നതായിരുന്നു. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും വികാസത്തിനുള്ള നിർണായക ഉപകരണമാണ് വിദ്യാഭ്യാസമെന്നും ഒരു ജനാധിപത്യ ഇന്ത്യ അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ പശ്ചാത്തലങ്ങൾ കണക്കിലെടുക്കാതെ എല്ലാ പൗരന്മാർക്കും വിദ്യാഭ്യാസത്തിന് തുല്യ അവസരങ്ങൾ നൽകണമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അമർത്യ സെന്നിൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന ആശയം നെഹ്റുവിൻ്റെ ജനാധിപത്യ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമായിട്ട് അടുത്ത ബന്ധമുലർത്തുന്നതാണ്. പൊതുസംവാദത്തിൻ്റെയും ഇന്ത്യയുടെ നീണ്ട പാരമ്പര്യം അതിൻ്റെ ജനാധിപത്യ ധാർമ്മികതയുടെ ഒരു പ്രധാന ഘടകമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വാദപ്രതിവാദങ്ങളിലും സംവാദങ്ങളിലും ഏർപ്പെടാനുള്ള ഇന്ത്യക്കാരുടെ കഴിവ് വൈവിധ്യമാർന്ന വീക്ഷണങ്ങളെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സംസ്കാരം വികസിപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ യുക്തി, സംഭാഷണം എന്നിവയോടുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയാണ് വാദപ്രതിവാദ ഇന്ത്യൻ എന്ന് സെൻ വാദിക്കുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പൊതുസംവാദത്തിൻ്റെയും ചർച്ചയുടെയും ഇന്ത്യൻ പാരമ്പര്യത്തിൽ ഈ പ്രതിബദ്ധത പ്രതിഫലിക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന വീക്ഷണങ്ങളെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ വികസനത്തിന് വാദത്തിലും സംവാദത്തിലും ഏർപ്പെടാനുള്ള കഴിവ് അത്യന്താപേക്ഷിതമാണെന്ന് സെൻ പറയുന്നുണ്ട്. മൊത്തത്തിൽ ജനാധിപത്യ ഇന്ത്യയെക്കുറിച്ചുള്ള നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടും സെന്നിൻ്റെ വാദപ്രതിവാദ ഇന്ത്യൻ എന്ന ആശയവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യം, സാമൂഹിക നീതി, സമത്വം എന്നിവയുടെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ഒരു ജനാധിപത്യ സംസ്കാരത്തിൻ്റെ വികസനത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെയും പൊതുസംവാദത്തിൻ്റെയും നിർണായക പങ്ക് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പൗരന്മാരുടെ ക്ഷേമത്തിനും സാമൂഹിക നീതി, സമത്വം, പുരോഗതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമായ ജനാധിപത്യ ഇന്ത്യയെക്കുറിച്ചുള്ള സമഗ്രമായ കാഴ്ചപ്പാട് ഈ ആശയങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എക്സ്പ്ലെയിൻ കൾച്ചറൽ കോൺഫ്ലുവൻസ് ഇൻ ഇൻഡോ ഇസ്ലാമിക് ആർട്ട്, ആർക്കിടെക്ചർ ആൻഡ് പെയിൻറ്റിംഗ്. ഇൻഡോ ഇസ്ലാമിക കല, വാസ്തുവിദ്യ, പെയിൻറ്റിംഗ് എന്നിവ ഇന്ത്യൻ ഇസ്ലാമിക ലോകങ്ങളുടെ സാംസ്കാരിക സംഗമത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. 12-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികളുടെ വരവോടുകൂടി ആരംഭിച്ച ഇന്ത്യൻ ഇസ്ലാമിക സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഈ കലാപരമായ പാരമ്പര്യം വളർന്നു വന്നിട്ടുള്ളത്.
ഇൻഡോ ഇസ്ലാമിക് കലയുടെയും വാസ്തുവിദ്യയുടെയും സവിശേഷമായ ഒരു പ്രത്യേകതയാണ് ഇന്ത്യൻ ഇസ്ലാമിക് ഡിസൈൻ ഘടകങ്ങളുടെ ഒരു സംയോജനം. ഇസ്ലാമിക കലയുടെ സവിശേഷമായ സങ്കീർണമായ ജാമിതീയ പാറ്റേണുകളുടെയും കാലിഗ്രാഫിയുടെയും ഉപയോഗത്തിൽ ഈ സംയോജനം പ്രത്യേകിച്ചും പ്രകടമാണ്. കൂടാതെ തിളക്കമുള്ള നിറങ്ങളുടെയും സങ്കീർണമായ അലങ്കാരങ്ങളുടെയും ഉപയോഗവും ഇന്ത്യൻ കലയുടെ സവിശേഷതയാണ്. അപ്പോൾ ഈ ഡിസൈൻ ഘടകങ്ങളുടെ ഉപയോഗം ഇൻഡോ ഇസ്ലാമിക് കലയുടെയും വാസ്തുവിദ്യയുടെയും സവിശേഷമായ ഒരു പ്രത്യേകതയാണ്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിലൊന്നാണ് 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച താജ്മഹൽ. സങ്കീർണമായ കാലിഗ്രാഫിയും ജാമിതീയ പാറ്റേണുകളും ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഇസ്ലാമിക വാസ്തുവിദ്യാ ശൈലിയുടെ സംയോജനത്തിൻ്റെ മികച്ച ഉദാഹരണമാണ് താജ്മഹൽ. വാസ്തുവിദ്യയ്ക്ക് പുറമെ ഇൻഡോ ഇസ്ലാമിക് പെയിൻറ്റിംഗ് ഇന്ത്യൻ ഇസ്ലാമിക ലോകങ്ങളുടെ സാംസ്കാരിക സംഗമത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മുഗൾ കാലഘട്ടത്തിലെ ജനപ്രിയ കലാരൂപമായിരുന്ന മിനിയേച്ചർ പെയിൻറ്റിങ്ങിലെ തിളക്കമുള്ള നിറങ്ങൾ, സങ്കീർണമായ ഡിസൈനുകൾ, കാലിഗ്രാഫി എന്നിവയുടെ ഉപയോഗത്തിൽ ഇത് പ്രത്യേകിച്ചും പ്രകടമാണ്. ഈ ഘടകങ്ങളുടെ ഉപയോഗം ഇൻഡോ ഇസ്ലാമിക് പെയിൻറ്റിങ്ങിനെ സവിശേഷമായ അതിൻ്റെ സൃഷ്ടിവൈഭവം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇൻഡോ ഇസ്ലാമിക് കല, വാസ്തുവിദ്യ, പെയിൻറ്റിംഗ് എന്നിവയിലെ സാംസ്കാരിക സംഗമം ഇന്ത്യൻ ഇസ്ലാമിക ഡിസൈൻ ഘടകങ്ങളുടെ സംയോജനത്തിൽ പ്രകടമാണ്. ഇത് ഇന്ത്യൻ ഇസ്ലാമിക ലോകങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ഇടപെടലിനെ പ്രതിഫലിപ്പിക്കുന്ന സവിശേഷമായ ഒരു പ്രത്യേകതയാണ്. ഈ കലാപരമായ പാരമ്പര്യം ഇന്ത്യയുടെയും ഇസ്ലാമിക ലോകത്തിൻ്റെയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ തെളിവാണ്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള കലാകാരന്മാരെയും ഡിസൈനർമാരെയും പ്രചോദിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാനുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.